നമസ്കാരം. ഓടും കുതിര ചാടും കുതിര, ഞണ്ടുകളുടെ നാട്ടിലെ ഇടവേളയ്ക്ക് ശേഷം അൽതാഫ് സലീം എഴുതി സംവിധാനം ചെയ്ത സിനിമ. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആഷിഖ് ഉസ്മാനാണ്. പേഴ്സണലി സിനിമ ഒട്ടും വർക്കായില്ല എന്ന് മാത്രമല്ല, ഒരു അൺസൈക്കബിൾ സിനിമയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ടെക്നിക്കലി നല്ല ക്വാളിറ്റി ഉള്ള സിനിമയാണ്. എഡിറ്റിംഗ് ആണെങ്കിലും DOP ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഒക്കെ പെർഫെക്റ്റ് ആണ്. പക്ഷേ സിനിമയിൽ പ്രധാനമായും പറയാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ സിനിമയുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതികൾ, കാര്യങ്ങൾ എല്ലാം പാളിപ്പോയിട്ടുണ്ട്. കാരണം അൽത്താഫിൻ്റെ ആദ്യത്തെ സിനിമ ഞണ്ടുകളുടെ നാട്ടിലെ ഇടവേള, ഡാർക്ക് ഹ്യൂമർ പരിപാടി, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പടമായിരുന്നു. അത് തിയേറ്ററിൽ നന്നായി വർക്കായതാണ്, പേഴ്സണലി ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഈ സിനിമ ആകെ പാളിപ്പോയിട്ടുണ്ട്. ഇതിൽ കുറച്ചെങ്കിലും ആശ്വാസം തോന്നിയത് ആദ്യ പകുതിയിലെ ചില പരിപാടികളാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പം പടം കയ്യിൽ നിന്ന് പോയ മാതിരിയാണ്. ഇതിലെ പാട്ടുകൾ കുഴപ്പമില്ല, ജസ്റ്റിൻ വർഗീസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാലാണ് ഇതിൽ ഏറ്റവും നന്നായി തോന്നിയ ആൾ. കാരണം ലാൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു കറക്റ്റ് മീറ്റർ, ഡയലോഗും പരിപാടികളും ഒക്കെ ലാൽ നന്നായി ചെയ്തിട്ടുണ്ട്. ലാലിൻ്റെ കൗണ്ടറുകളും പരിപാടികളൊക്കെ അത്യാവശ്യം വർക്കാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കി ആരുടെയും പെർഫോമൻസ് ഒട്ടും ഓക്കെ ആയി തോന്നിയില്ല. ഫഹദ് ഫാസിലാണെങ്കിൽ ഒരുപാട് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള പരിപാടികൾ, അത് തന്നെ നമ്മളെവിടേക്കോ കണ്ടിട്ടുള്ള ഫഹദിൻ്റെ പെർഫോമൻസും അതുപോലെ എക്സ്പ്രഷൻസും പരിപാടികളൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ വിനയ് ഫോർട്ട് ഉണ്ട്, കല്യാണി ആശ്വാസമായിരുന്നു തോന്നുന്നു. കല്യാണി ഒരു ആദ്യത്തെ ഭാഗത്ത് വലിയ കുഴപ്പമില്ല. ധ്യാനൊക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ആരുടെയും പെർഫോമൻസ് അത്ര നന്നായതായി തോന്നിയില്ല. സിനിമ ഫസ്റ്റ് ഹാഫിൽ കല്യാണിയും അതുപോലെ ഫഹദും തമ്മിലുള്ളൊരു പ്രണയവും അവരുടെ മാരേജും പരിപാടികളൊക്കെയാണ്. പിന്നെ പോകെ കല്യാണിയുടെ ക്യാരക്ടറെ പിന്നെ കാണാതായി. പിന്നെ ഫഹദിൻ്റെ മാത്രമുള്ളൊരു യാത്രയായി. പിന്നെ ഫഹദിനെയും കാണാതായി. സെക്കൻഡ് ഹാഫിൽ പിന്നെ ധ്യാനൊക്കെയാണ് മെയിനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഫഹദ് കയറി വരുന്നു. അങ്ങനെ ആകെക്കൂടെ ഒരു അലമ്പായിട്ടുള്ള പരിപാടിയാണ്. ഒരു 2.5 മണിക്കൂർ കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയായിട്ട് തന്നെയാണ് സിനിമ മൊത്തത്തിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു ഡിഫറെൻറ്റ് ജോണർ തന്നെയാണ് അൽത്താഫ് പരീക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ ആ ജോണർ, അതിലെ കാര്യങ്ങളൊന്നും ഒട്ടും കണക്ട് ആവാതെ വരുന്നതോടുകൂടെ തന്നെ അത് പിന്നെ സഹിച്ചിരിക്കാൻ ബുദ്ധിമുട്ട് തന്നെയായി. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓടും കുതിര ചാടും കുതിര. കാരണം അൽത്താഫിൻ്റെ ആദ്യത്തെ സിനിമ പോലെ തന്നെ ഇവിടെ ഒരു ജോണറൊക്കെ പുള്ളി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്ക് തന്നെ കൊണ്ടുപോയത്. പക്ഷേ അതങ്ങ് പ്രേക്ഷകമായിട്ട് ഒട്ടും കണക്ട് ആവാത്ത രീതിക്കാണ് സിനിമ പോകുന്നത്. ഒരു മടുപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്.